ഇപ്പോൾ കാണിക്കുന്നത് വിലാസിനിയെ ഫോൺ വിളിക്കുന്ന പ്രിയങ്കയാണ്. പറ പ്രിയങ്കെ. ആന്റി, നമ്മൾ തയ്യാറാക്കിയ പല പ്ലാനുകളും പൊളിഞ്ഞല്ലോ. അയ്യോ, എന്താ പ്രിയങ്കെ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, വിശദമായി പറയ്. ആ വൈജയന്തിയെ എയർപോർട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ എന്റെ കുറച്ച് ആളുകളെ അയച്ചിരുന്നു. എന്നിട്ട് അവരെല്ലാവരും അവിടെ കാത്തുനിന്നു. എന്നാൽ അവൾ എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയ സമയത്ത് മറ്റാരോ വന്ന് അവിടെ നിന്ന് അവളെ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, എന്തൊക്കെയായി കേൾക്കുന്നത്? ആരാ അത് ചെയ്തത്? അറിയില്ല ആന്റി. ഇനിയിപ്പോ എന്ത് ചെയ്യും പ്രിയങ്കെ? അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകെ ഒരു ടെൻഷൻ. പ്രിയങ്ക പറയുകയാണ്, കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്ന പെണ്ണിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയിരിക്കുക? ആരായിരിക്കും ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുക? പ്രിയങ്കെ, എനിക്കൊരു സംശയം. ആ സംശയം സത്യമാകാനാണ് 100% സാധ്യത. എന്താ ആന്റി? ആന്റി എന്താണ് സംശയിക്കുന്നത്? അതെ പ്രിയങ്കെ, നിന്നെ പോലെ ഈ കല്യാണം നടക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരാൾ, ആ ആള് തന്നെയാണ് ഇവളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ആരാ ആന്റി? നമ്മുടെ പ്ലാനിങ് അതേപടി നടപ്പിലാക്കിയ അവനെ സമ്മതിക്കണം. ആരെയാണ് ആന്റി സംശയിക്കുന്നത്? വേറെ ആര് പ്രിയങ്കെ? ഇവിടെ ഒരുത്തനില്ലേ, ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുവൻ. അരവിന്ദ്. അവനെ അത് ചെയ്യൂ, അതെനിക്ക് ഉറപ്പാണ്. അവനായിരിക്കുമോ ആന്റി? ഒരു സംശയവും വേണ്ട പ്രിയങ്കെ, അവൻ തന്നെ ആയിരിക്കും. അവൻ തന്നെയായിരിക്കും ഇത് ചെയ്യുന്നത്. ഇത് കേട്ട പ്രിയങ്ക പറയുകയാണ്, കൃത്യമായി തയ്യാറാക്കി വെച്ചതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നല്ലോ ആന്റി. നീ സമാധാനപ്പെട്, ഇനി എന്താണ് വേണ്ടതെന്ന് ചിന്തിക്ക്. ഏതായാലും എന്റെ സംശയം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം നിന്നെ വിളിക്കാം. ശരിയെന്നും പറഞ്ഞ് ഇരുവരും ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് തൃച്ചംബരത്ത് മുറ്റത്ത് ടെൻഷനോടെ നടക്കുന്ന അരവിന്ദിനെയാണ്. അന്നേരം നന്ദന വരികയാണ്. അരവിന്ദ്, എന്തായി? വൈജയന്തിയെ എവിടെ ഒളിപ്പിച്ചു? പ്ലാൻ എല്ലാം പൊളിഞ്ഞു. എന്തു പറ്റി? എടി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുൻപ് തന്നെ ഞങ്ങൾ അവിടെ എത്തിയതാണ്. യാത്രക്കാർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയതുമായിരുന്നു. ആ അറൈവൽ ഭാഗത്ത് ട്രോളി ബാഗുമായി അവൾ വന്നിറങ്ങുന്നതും ഞാൻ കണ്ടതാണ്. നമ്മുടെ ആൾക്കാർ കാർ എടുക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മറ്റാരുടെ ആൾക്കാർ വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. ആരായിരിക്കും ഇത്ര പെട്ടെന്ന് അവളെ കാറി കയറ്റി കൊണ്ടുപോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഇപ്പോൾ മറ്റാർക്കാണുള്ളത്? ഒന്ന് ആലോചിച്ച ശേഷം നന്ദന പറയുകയാണ്, അത് ഈ കുടുംബത്തിൽ ഉള്ളവർ തന്നെയാണ് ചെയ്തത് അരവിന്ദ്. നീ പറഞ്ഞത് മനസ്സിലായില്ല. തൃച്ചംബരത്ത് ആനന്ദിന് കല്യാണം ആലോചിച്ചിരിക്കുന്ന പെണ്ണാണ് മംഗലത്ത് വൈജയന്തി. അപ്പോൾ തൃച്ചംബരത്തുള്ളവർക്ക് അവളെ കൊണ്ട് ആവശ്യമുള്ളൂ. എടി, നീ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താതെ തെളിച്ചു പറയ്. ഇതിന്റെ പിന്നിൽ വിലാസിനി ആന്റിയാണ് അരവിന്ദ്. ഇത്തരം കുതന്ത്രങ്ങൾക്ക് മുതിരാൻ അവർക്ക് മാത്രമേ കഴിയൂ. ഈ സംശയം എനിക്ക് തോന്നാതിരുന്നില്ല. പക്ഷെ എന്തിന്? കല്യാണി എന്തായാലും ഒഴിവാക്കാനല്ലേ ഇളയമ്മ ശ്രമിക്കുന്നത്. പിന്നെ ഇളയമ്മ എന്തിനാണ് അവളെ തട്ടിക്കൊണ്ടുപോകുന്നത്? അതിന് കാരണമുണ്ട് അരവിന്ദ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അങ്കിളിന്റെ ജീവന് ആപത്താണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആന്റി ഉണ്ടാവില്ല. ആ അവസരം വിലാസിനി ആന്റി മുതലെടുത്തു. ഓഹോ, അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചോദിക്കണമല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അരവിന്ദ്. അന്നേരം വിലാസിനി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അരവിന്ദ് പറയുകയാണ്, പറഞ്ഞു തീർന്നില്ല, അതേ നിൽക്കണു. എന്താ എന്നെ കുറിച്ച് ഇത്രയേറെ പറയാൻ? അയ്യോ, ഇത് ഇളയമ്മയ്ക്കെതിരായിട്ടുള്ള ഏഷണിയൊന്നും അല്ലായിരുന്നു. അതൊക്കെ ഞങ്ങൾ പണ്ട് നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, ബ്രോയുടെ കല്യാണം നടത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയല്ലേ ഇളയമ്മ? അല്ല, ഞാൻ ഇളയമ്മയെ കാണാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. എന്തിന്? അല്ല, എന്താണ് ഇളയമ്മയുടെ ഉദ്ദേശം? അല്ല, ഒരേ ഗ്രൗണ്ടിൽ ഒരേ സമയം 2 പ്ലേ നടത്താനുള്ള പരിപാടിയാണോ? എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. ഏതായാലും ഒരു നന്ദി ഇളയമ്മയെ ഞാൻ അറിയിക്കുന്നുണ്ട്. ഇതൊന്നും കേട്ട് മനസ്സിലാവാതെ വിലാസിനെ ചോദിക്കുകയാണ്, നന്ദിയോ? എന്തിന്? ഇല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇളയമ്മ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തല്ലോ, അതിന് എന്ന് പറയുകയാണ് അരവിന്ദ്. പക്ഷേ ഇളയമ്മയുടെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇങ്ങനെ നീട്ടിപ്പരത്താതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയടാ. ഇതിനിപ്പോ നീ എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് അരവിന്ദ് പറയുകയാണ്, ആ വൈജയന്തിയെ തട്ടിക്കൊണ്ടുപോയി ഈ കല്യാണം നടത്താതിരിക്കുന്നതിനുള്ള ഇളയമ്മയുടെ ശ്രമത്തിനാണ് 1000 നന്ദി. ഇത് കേട്ട് പെട്ടെന്ന് വിലാസിനെ ചോദിക്കുകയാണ്, അപ്പോ അവളെ തട്ടിക്കൊണ്ടുപോയത് നീയല്ലേ? ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ അത് നീയാണോ എന്നറിയാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അപ്പോ ഇളയമ്മ എന്ന് പറഞ്ഞിട്ട് ശബ്ദം പതുക്കെ താഴ്ത്തി അരവിന്ദ് ചോദിക്കുകയാണ്, അപ്പോ ഇളയമ്മയല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, സത്യം എന്ന് പറയുകയാണ് വിലാസിനെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഞാൻ എന്തിനാ അവളെ തട്ടിക്കൊണ്ടുപോകുന്നത്? കല്യാണം മുടക്കാനോ? ഈ കല്യാണം മുടങ്ങിയാലേ ശിവരാമേട്ടന്റെ ജീവനാണ് ആപത്ത്. അപ്പോ ഞാനത് ചെയ്യുമോ? ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് പെട്ടെന്ന് പുറത്തേക്ക് വരികയാണ് അഖിലാണ്ടേശ്വരി. പക്ഷെ ഇവരാരും അഖിലയെ കാണുന്നില്ല. പിന്നീട് അരവിന്ദ് പറയുകയാണ്, അപ്പൊ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? വിലാസിനെയും പറയുകയാണ്, എനിക്കും അതാണ് മനസ്സിലാകാത്തത്. പെട്ടെന്ന് അഖില പറയുകയാണ്, അത് ഞാനായിരുന്നു. ഇത് കേട്ട് എല്ലാവരും അഖിലയെ നോക്കുകയാണ്. ഞാനായിരുന്നു വൈജയന്തി എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നത്. തട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല, കൂട്ടിക്കൊണ്ടുവന്നത്. ഒരർത്ഥത്തിൽ രക്ഷിച്ചതാണ് ഞാൻ. വൈജയന്തി ഇവിടെ ഉണ്ട്.
എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നിനക്കറിയാമല്ലോ. അരവിന്ദിനെ നോക്കി പറയുകയാണ്, നിന്നെയും നിന്റെ ആൾക്കാരെയും ഒക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. ഈ കല്യാണം തടയാൻ ഇവിടെ പലരും ശ്രമിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കല്യാണ പെണ്ണിനെ വരെ തട്ടിക്കൊണ്ടുപോകാൻ മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിനൊരു മുൻകരുതലായിട്ടാണ് ഇക്കാര്യം ഞാൻ ചെയ്തത്. ഇനി അത്തരം സാഹസികതകളൊന്നും വേണ്ട. ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. അത്രയും പറഞ്ഞ് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് അഖില. പിന്നീട് കാണിക്കുന്നത് കല്യാണി ഡൈനിങ് ടേബിൾ എല്ലാവർക്കും ഭക്ഷണം വിളമ്പാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴേക്കും വൈജയന്തി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ്. കല്യാണിയെ കണ്ട് ചോദിക്കുകയാണ് വൈജയന്തി, കല്യാണി അല്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്, കഥകളായും വർണ്ണനകളായും. നേരിട്ട് കണ്ടപ്പോൾ അറിഞ്ഞതിലും ഗുണഗണമൊത്തവൾ. കുടിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് കല്യാണി. വേണ്ട, മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് ധാരാളം. പോകാൻ തുടങ്ങുന്ന കല്യാണിയെ വീണ്ടും വിളിച്ച് വൈജയന്തി പറയുകയാണ്, കല്യാണി താങ്ക്സ് ഫോർ എവരിത്തിങ്. ഇത് കേട്ട് കല്യാണി അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിലാസിനിയും അവിടേക്ക് എത്തുകയാണ്. വൈജയന്തിയെ വന്ന് പിടിച്ചിട്ട് വിലാസിനി പറയാണ്, ആ വൈജയന്തി, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ആ ചോദിക്കട്ടെ വാ എന്നും പറഞ്ഞ് വൈജയന്തിയും കൂട്ടി പോവുകയാണ് വിലാസിനി. പിന്നീട് കാണിക്കുന്നത് നന്ദനയ്ക്കുള്ള പാലുമായി സുജാത റൂമിലെത്തുകയാണ്. അന്നേരം അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് ജയന്തി. പാൽ കൊണ്ടുവച്ച ശേഷം സുജാത അവിടെ നിന്നും പോവുകയാണ്. ഒരു കവറുമായി തിരിച്ചു വന്ന ശേഷം ജയന്തി പറയുകയാണ്, എത്ര പെട്ടെന്നാണ് അവസരങ്ങൾ ഒത്തുവരുന്നത്. നന്ദന കുടിക്കുന്ന പാലിൽ ഈ പൊടി കലർത്തണം. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊല്ലണം. ജയന്തി അങ്ങനെ നന്ദനയുടെ റൂമിനകത്ത് കയറുകയാണ്. ആരുമില്ലേ? ബാത്റൂമിൽ ചെവികോർത്ത ശേഷം ജയന്തി പറയുകയാണ്, ഭാഗ്യം, ഇത് തന്നെ പറ്റിയ അവസരം. നന്ദന കുളിക്കുകയാണ്. ഓ ദുർമന്ത്രവാദി, നിങ്ങൾ ഭയങ്കരം തന്നെ. ഭസ്മം പാലിൽ കലക്കാൻ ഞാൻ വന്ന സമയം നോക്കി തന്നെ നന്ദന കുളിക്കുവാണല്ലോ. നിങ്ങളെ സമ്മതിച്ചു. ഈ കൂടോത്ര ഭസ്മം ഞാൻ പാലിലേക്ക് കലർത്താൻ പോവുകയാണ്. ഇത് നന്ദന വന്ന് കുടിക്കും. നന്ദന കുടിച്ചു കഴിഞ്ഞാൽ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്ന് കരയുക പോലും ചെയ്യാതെ ഡിം എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ് ജയന്തി. എന്നിട്ട് ജയന്തി ഭസ്മം പാലിൽ കലക്കുകയാണ്. അന്നേരം നാരായണൻ അവിടേക്ക് വരികയാണ്. പാലിൽ ഭസ്മം ഇട്ട ശേഷം ജയന്തി പറയാണ്, അയ്യോ കലക്കാൻ സ്പൂണ് വിരലുണ്ടല്ലോ എന്നും പറഞ്ഞ് വിരൽ കൊണ്ട് പാൽ കലക്കുകയാണ്. ഇതെല്ലാം നോക്കി പുറകിൽ തന്നെ നിൽക്കുകയാണ് നാരായണൻ. കലക്കിയ ശേഷം കൈ പെട്ടെന്ന് ഉറിഞ്ചുകയാണ് ജയന്തി. അയ്യോ, കൊടുക്കേണ്ടിയിരുന്നില്ല. മന്ത്രവാദിയുടെ ചാത്തൻ വന്ന് എന്നെയും പിടിക്കുമോ എന്തോ. ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ജയന്തി. അതിനുശേഷം പാൽ അടച്ചു വെച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് തിരിയുമ്പോൾ നാരായണനെ കണ്ട് ഭയക്കുകയാണ് ജയന്തി. പെട്ടെന്ന് ജയന്തി പറയാണ്, രാമായണൻ അങ്കിൾ അല്ല, നാരായണൻ അങ്കിൾ. അതെ അതെ, ഭയങ്കരം. നീ എന്താ ആ പാലിൽ കലക്കിയത്? അത് കൂടോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ്, അത് കുങ്കുമപ്പൂ. കൂടോ കുങ്കുമപ്പൂവോ? അല്ല, കുങ്കുമപ്പൂവ്. നന്ദന പ്രഗ്നന്റ് അല്ലേ, അപ്പോൾ നന്നായിട്ട് വെളുക്കണം. എന്നാലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ല വെളുപ്പുണ്ടാവുകയുള്ളൂ. നാരായണൻ പറയുകയാണ്, നന്ദനയ്ക്ക് ഇപ്പോ തന്നെ നല്ല വെളുപ്പുണ്ട്. ഇനി നീയായിട്ട് കൂടുതൽ വെളുപ്പിക്കാൻ നോക്കണ്ട. ശരിക്കും വെളുക്കേണ്ടത് നീയാണ്. നിനക്ക് ഈ വെളുപ്പ് പോരാ. അതുകൊണ്ട് ആ കൂടോ കുങ്കുമപ്പൂവ് കലക്കിയത് നീ തന്നെ അങ്ങ് കുടിക്ക്. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഇത്ര വെളുപ്പേ പാടുള്ളൂ. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ തന്നെ കുടിക്കണം. നിനക്കിപ്പോ അത്ര ക്ഷീണവുമുണ്ട്, അതുകൊണ്ട് നീ അത് കുടിക്ക്. അയ്യോ വേണ്ടെങ്കിലേ കുടിക്കടി എന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ് നാരായണൻ. ഇല്ലെങ്കിൽ പെടലേക്ക് കുത്തിപ്പിടിച്ച് ഞാൻ കുടിപ്പിക്കും. കുടിക്കെന്ന് വീണ്ടും പറയുകയാണ് നാരായണൻ. പെട്ടെന്ന് ജയന്തി ആ പാൽ കുടിക്കുകയാണ്. കുടിച്ചു കഴിഞ്ഞ ശേഷം നാരായണൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്? കൊള്ളാം, ഞാൻ കൃതാർത്ഥയായി, സംതൃപ്തിയായി. അപ്പോൾ നാരായണൻ ചോദിക്കുകയാണ്, വയറ്റിനും മനസ്സിനും ഒരു സമാധാനം അല്ലേ? അതെ, ഭയങ്കര സമാധാനം. ശാന്തി, ഓം ശാന്തി. താങ്ക്സ്, എന്നാ ഞാൻ പോട്ടെ. ഇത്രയും പറഞ്ഞ് സ്ട്രെയിറ്റ് ആയി നടന്നു പോവുകയാണ് ജയന്തി. പുറത്തെത്തിയ ജയന്തി പറയാണ്, അയ്യോ ഞാൻ ആനമറുതയായിട്ട് രൂപാന്തരം പ്രാപിച്ചോ? വിരൽ വായിലിട്ട് ഛർദിക്കാനൊക്കെ നോക്കുകയാണ് ജയന്തി. ഛർദിക്കാനൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ല. ജയന്തി പറയാണ്, ആ പീകറിക്കണ്ണൻ ദുർമന്ത്രവാദിനി എന്ത് പൊടിയാണാവോ കലക്കി തന്നത്? സയനൈഡ് പൊടി വല്ലതും അതിനകത്ത് ഉണ്ടായിരുന്നോ എന്തോ. പിന്നീട് പുറത്തുനിന്ന് ഫോൺ ചെയ്യുന്ന വൈജയന്തിയാണ് കാണിക്കുന്നത്. വൈജയന്തി പറയാണ്, ആ അമ്മ, എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് അഖിലാന്റിക്ക്. ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം. ലോക്കറിൽ നിന്നും ഓർണമെന്റ്സ് ഒക്കെ എടുക്കണ്ടേ? അതുകൊണ്ടൊന്നും അല്ല അമ്മേ. ശരി. ഞാൻ വരാം. എന്റെ പ്രിയപ്പെട്ട പ്രധാന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടല്ലോ. നല്ല പഴങ്ങഞ്ഞിയും കട്ടത്തൈരും കാന്താരി മുളകും നല്ല കടുമാങ്ങ അച്ചാറും ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അങ്ങനെ അമ്മേ, ചില ഇഷ്ടങ്ങൾ ഹൃദയത്തിൽ കയറിപ്പോയാൽ വേറൊരു രുചിയും വരില്ല മറ്റൊന്നിനും. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജയന്തിക്ക് ഛർദ്ദിക്കാൻ പറ്റുന്നില്ല. ജയന്തി പറയണം, നന്ദനയുടെ അച്ഛൻ കാലമാടൻ ആ സമയത്ത് അവിടെ കയറി വന്നതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അല്ലെങ്കിൽ അത് നന്ദനയുടെ വയറ്റിൽ പോയേനെ. പിന്നീട് വൈജയന്തിയെയാണ് കാണിക്കുന്നത്. വൈജയന്തി പറയണേ, ശരി എങ്കിലമ്മ ഫോൺ വെച്ചേക്ക്, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വൈജയന്തി.
ഫോൺ കട്ടിയതിനു ശേഷം വൈജയന്തി ശബ്ദിക്കാൻ ശ്രമിക്കുന്ന ജയന്തിയാണ് കാണുന്നത്. എന്താ ജയന്തി, എന്തുപറ്റി? രാവിലെ തന്നെ ഓർക്കാനമാണല്ലോ. ഇന്നലെ തന്നെ ദഹിക്കാതെ എന്തെങ്കിലും കഴിച്ചോ? ജയന്തി പറയാണ്, രാവിലെ എനിക്ക് വൈറസിന്റെ ഇൻസ്പെക്ഷൻ ആണ്. ഇത് കേട്ട് ചിരിച്ച് വൈജയന്തി പറയാണ്, ഇൻസ്പെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ. അല്ല, ഒരുവിധപ്പെട്ട വൈറസ് ഒന്നും ഈ ബോഡിയിലേക്ക് കയറേണ്ടതല്ലോ. ജയന്തി മനസ്സിൽ പറയാണ്, ഒരു വൈറസ് തൃച്ചംബരത്ത് വന്ന് കയറിയിട്ടുണ്ടല്ലോ, പിന്നെ അതിൽ കൂടുതൽ എന്ത് വൈറസ് വരാൻ? വൈജയന്തി ചോദിക്കുകയാണ്, ജയന്തി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല, മനസ്സിലിപ്പോ എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അയ്യോ ഞാനോ? ഏയ്. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഛർദിൽ പണി നടക്കട്ടെ. അല്ല ജയന്തി, എന്താ? നിന്റെ ഭർത്താവ് ഇപ്പോ എവിടെയുണ്ട്? ഉദ്ദേശിച്ചതേ മണ്ഡപത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ രാജീവിന്റെ കാര്യമാണ്. ഒന്നും മിണ്ടാതെ ആലോചിച്ചു നിൽക്കുകയാണ് ജയന്തി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.